ഈ പാവം പൂച്ചക്കുഞ്ഞ് ഇതിനകത്തായി പോയി. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്കാം. ഞാനും എന്റെ ഫ്രണ്ടും കൂടി അതിനെ രക്ഷിക്കാൻ പോകുവാണ്. കൈ കിട്ടിയ പേടകത്തിൽ കയറിയിരുന്ന് യാത്ര തുടങ്ങി. നിരങ്ങി അവസാനം അവിടെ എത്തി. ഇവിടെ ഒരു കൂറ്റം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ആ പൂച്ചക്കുഞ്ഞുള്ളത്. 150 ഒരു ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. ആദ്യത്തെ വാതിലും തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആദ്യം ഇങ്ങനെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ കഴിയുക. അതിലൊക്കെ ഫോട്ടോസും എടുത്ത് കുറെ തത്തമ്മയും കണ്ടിട്ട് ഒരു കറുത്ത കർട്ടനും മാറ്റി അകത്തേക്ക് കയറി. എന്റെ പൊന്നട പോയി എന്റെ കണ്ണ് കളിപ്പോയി. ഇതെന്തോന്ന് കടൽ ഇങ്ങോട്ട് വന്ന ഞാൻ ചെന്ന് ചാടിയത് കടലിനടിയിലോട്ടായിരുന്നു. മീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ എന്റെ അത്ര ഉണ്ട്. പല ജാതിയിൽ, പല ഷേപ്പിൽ, പല സൈസിൽ, പല ഇടത്തായിട്ട് പലതും കിടപ്പുണ്ട്. വേണ്ട ഇന്ത്യയൊക്കെ സൈസ് കണ്ട എന്നെ കാലം ഉണ്ട്. വേണമെങ്കിൽ ഇന്ത്യ പുറത്ത് കയറി നീന്താം. കടലിന്റെ അടിയിലുള്ള കംപ്ലീറ്റ് എണ്ണോ കൂടും കൊടുക്കാൻ പറയും ഇവിടെ വന്ന് കിടപ്പുണ്ട്. മുന്നോട്ട് പോകുന്നതോറും എനിക്ക് പ്രാന്തായിക്കൊണ്ടേയിരുന്നു. ദാണ്ട് ഒരു മാമി കടലിന്റെ അടി കൂടെ പോകും. പിന്നെയാണ് മനസ്സിലായത് എല്ലാവർക്കും കടലിനടി പോവാം. കടലിന്റെ അടി പോയാലുള്ള കാഴ്ച എങ്ങനെയാണ് അതുപോലെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയുടെ മോളിൽ കൂടെ ഇതെല്ലാം അങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കിട്ടുന്ന ഒരു ഫീലിൽ നമ്മൾ ചാടി മറിയും. ഒരിക്കലും എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും മീനുകൾ ഇവിടെ ഉണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയ്ക്കും അടിപൊളിയാണ്. അടുത്ത് കണ്ട ഈ മീനിനെ ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു മീനിന്റെ പകുതിയേ ഉള്ളൂ. ഒരുത്തം വായും പൊളന്ന് കിടക്കും. പിന്നെ കണ്ടത് നെത്തോലി, അത് കഴിഞ്ഞ് സ്റ്റാർ ഫിഷ്, കടൽ സ്നേക്ക്, അങ്ങനെ എന്തൊക്കെയാണോ. ഇത് മത്സ്യ കന്യകൻ, സ്കൂബ ഡൈവിംഗ് എന്നും വിളിക്കും. അത് കഴിഞ്ഞിട്ട് എന്നത് ഒരു മുതുക്ക് മലവണ്ടിന്റെ അടുത്തേക്ക്. ശലഭത്തിന്റെ ഞാനും ചെറുകിട്ട് അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഡിനോസർ പിടിച്ചു. അതിന്റെ വാക്കിയാന്ന് ഊരി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആമ. ആനയുടെ അടുത്ത് നിന്ന് കളിച്ച് തുമ്പ് കേട്ട് വാക്കല്ലാത്തൊരു അടി കിട്ടി. അത് കഴിഞ്ഞ് ഇതിന്റെ വണ്ടേ കയറിയുന്ന ഒരു കറക്കം കറങ്ങി. പിന്നെ പോയത് കണ്ട ഈ പട്ടിയുടെ അടുത്തോട്ടാണ്. ഇതാണ് റോബോ പട്ടി. പുള്ളിക്കാരെ ഡാൻസ് ഒക്കെ നല്ലതുപോലെ കളിക്കും. ഡാൻസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കാണാം റോബോ പട്ടി എന്നെ കുറെ നേരിട്ട് ഓടിച്ചു. ഇവ എന്തായാലും ആള് കൊള്ളാം. ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെയൊക്കെ കിളി പറഞ്ഞിരിക്കും. അവന്റെ ഒരു ഷേക്ക് ഹാൻഡും മേടിച്ചിട്ട് നേരെ മുന്നോട്ട് പോയി കുറെ ഗെയിമും കളിച്ച് ഒരു വലിയ ഫുഡ് കോർട്ടിലും കയറി കുറെ സ്റ്റാളുകളിലൂടെ അടിച്ചു പൊളിക്കാം. നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സംഭവം. എല്ലാരും വായോ.